നമസ്കാരം, ചലഞ്ചറാപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് ഡിസംബർ മാസത്തെ മന്ത്ലി കറണ്ട് അഫയേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. കൂടാതെ ചലഞ്ചർ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ രജിസ്റ്റർ ചെയ്ത് ചലഞ്ചർ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതിൽ എന്താണ്, നമുക്ക് എല്ലാ കോഴ്സും അവൈലബിൾ ആണ്. ഇപ്പോൾ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. ആ വന്നിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷന്റെ കോഴ്സും നമ്മുടെ ചലഞ്ചർ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ സമയം കുറവാണ്, അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിച്ചു തുടങ്ങാം. അപ്പൊ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്, അത് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. പിന്നെ ടെലിഗ്രാമിന്റെ ലിങ്ക് ഉണ്ടാവും, അതിൽ കയറിയാലും നിങ്ങൾക്ക് സിലബസും ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പൊ നമുക്ക് ക്ലാസ് നോക്കാം. അപ്പൊ നമ്മൾ ഡിസംബർ മാസത്തെ കറണ്ട് അഫയേഴ്സ് ആണ് നോക്കുന്നത്. അപ്പം നിങ്ങൾക്കറിയാം എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് കറണ്ട് അഫയേഴ്സ് വരുന്ന എക്സാംസിനെന്ന്. ഒരുപാട് എക്സാംസ് വരുന്നുണ്ട്, ഡിഗ്രി ലെവല്, 12th 10th എല്ലാ എക്സാമും വരുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എന്ത്, കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. കറണ്ട് അഫയേഴ്സ് വളരെ നന്നായിട്ട് തന്നെ പഠിച്ചു എവിടെ നിന്നാണ് ചോദിക്കുന്നത്, നമുക്ക് ഈ കഴിഞ്ഞ എക്സാംസിലൊക്കെ നിങ്ങൾ എവിടെ നിന്നാണ് ചോദിക്കുന്നതെന്ന് മനസ്സിലാവുന്ന അങ്ങനെയാണ് ചോദിക്കുന്നത്. സോ അതുകൊണ്ട് വളരെ നന്നായിട്ട് ഒരു മാസത്തിൽ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. പിന്നെ ബാക്കി നമ്മൾ ടോപ്പിക് വൈസ് കറണ്ട് അഫയേഴ്സും ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരുവിധം എല്ലാം ചെയ്യുമ്പോഴത്തേനും നമുക്കത് കിട്ടുന്നതായിരിക്കും. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയാണ് കേട്ടോ. ഒരുപാട് മുഖ്യമന്ത്രിമാര് മാറിയിട്ടുണ്ട്. അപ്പൊ ഞാനത് വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കണ്ടു നോക്കുക. പിന്നെ എന്താണ്, മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി ആരാണ്? ദേവേന്ദ്ര ഫഡ്നാവിസ്. ആരാണ്? ദേവേന്ദ്ര ഫഡ്നാവിസ് ആണ്. ഓക്കെ, അടുത്ത കേരളത്തിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ CEO ആരാണ്? രത്തൻ യു കേൽക്കർ ആണ്. സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് അപ്പോയിന്റ്മെന്റ്സ്. പുതിയ അപ്പോയിന്റ്മെന്റ്സും പഴയ അപ്പോയിന്റ്മെന്റ്സും ഒക്കെ പഠിച്ചു വെച്ചേക്കുക. എന്താ കറക്റ്റ് അപ് ടു ഡേറ്റ് ആയിരിക്കണം. എപ്പോഴാണ് ആൾക്കാർ മാറുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ ഈ മാസത്തിൽ, അതായത് ഡിസംബർ മാസത്തിലും ഒരുപാട് അപ്പോയിന്റ്മെന്റ്സ് വന്നിട്ടുണ്ട്. അപ്പൊ അത് കൃത്യമായി തന്നെ പഠിച്ചു പോവുക. കേരളത്തിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ ആരാണ്? രത്തൻ യു കേൽക്കർ ആണ്. അടുത്ത 2024 ലോക എയ്ഡ്സ് ദിനത്തിന്റെ പ്രമേയം അല്ലെങ്കിൽ തീം എന്ന് പറയുന്നത്, എയ്ഡ്സ് ദിനം എന്നാണ് ഡിസംബർ 1 നമുക്കറിയാം. ഡിസംബർ 1. അപ്പം എല്ലാ ഡേയ്സ് ഉണ്ട്, എല്ലാ ഡേയ്സിനും അതാത് വർഷങ്ങൾക്ക് ഓരോ പ്രമേയങ്ങൾ കാണും. അത് കൃത്യമായി അത് ചോദിക്കാറുണ്ട്, സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് കൂടെയാണ്. അപ്പോൾ ഈ വർഷത്തെ കഴിഞ്ഞ വർഷത്തെ 2024 ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനം. അതിന്റെ പ്രമേയം എന്തെന്ന് വെച്ചാൽ, ശരിയായ പാത സ്വീകരിക്കുക, എന്റെ ആരോഗ്യം എന്റെ അവകാശം. എന്താണ് ശരിയായ പാത സ്വീകരിക്കുക, എന്റെ ആരോഗ്യം എന്റെ അവകാശം. അതാണ് ഈ എയ്ഡ്സ് ദിനത്തിന്റെ തീം അല്ലെങ്കിൽ പ്രമേയം. അടുത്ത ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ ICC നിലവിലെ ചെയർമാൻ ആരാണ്? ജയ്ഷാ. ഏറ്റവും എന്താണ് നിലവിലെ പ്രായം കുറഞ്ഞ ആളാണ്, ഇന്ത്യയിൽ നിന്നുള്ള 5ാമത്തെ ആളാണ്. പ്രായം കുറഞ്ഞ ICC ചെയർമാൻ കൂടിയാണ് ആര്? ജയ്ഷാ എന്ന് പറയുന്നത്. അടുത്ത് സംസ്ഥാനത്തെ ആദിവാസി മേഖലകളെ മുഴുവൻ ഡിജിറ്റലൈസ് ചെയ്യുന്നതിന് വേണ്ടി കണക്ടിങ് ദി അൺകണക്റ്റഡ്, എന്താണ് കണക്ടിങ് ദി അൺകണക്റ്റഡ് പദ്ധതി ആരംഭിച്ചത് ആരാണ്? K-Phone ആണ്. ഓക്കെയാണ്. അപ്പൊ ഒരുപാട് പദ്ധതികൾ വരും. അപ്പൊ നമ്മൾ അതിന്റെ സെപ്പറേറ്റ് വീഡിയോയും ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താണ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ് നിങ്ങൾ മന്ത്ലി പഠിച്ചു തന്നെ പോവുക. അടുത്ത ഇന്ത്യയിലെ ആദ്യ റോബോ പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ്? തൃശ്ശൂരാണ്. ഇന്ത്യയിലെ ആദ്യ റോബോ പാർക്ക് നിലവിൽ വന്നത് എവിടെയാണെന്ന് വെച്ചാൽ തൃശ്ശൂരാണ് കേട്ടോ. 2024 അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള അല്ലെങ്കിൽ IFFK ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നേടിയത് ആൻ ഹുയി ആണ്. ആരാണ്? ആൻ ഹുയി. അപ്പം IFFK കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്, അത് നമുക്ക് വഴിയെ പഠിക്കാം. അതിന്റെ ഒരു അവാർഡ്സ്, രജത ചകോരം, അങ്ങനെയൊക്കെ ഒരുപാട് അവാർഡ്സ് ഉണ്ട്. അപ്പൊ അത് കൃത്യമായി പഠിക്കാം. അപ്പം ഇതില് ഡിസംബറിലാണ്, അപ്പൊ ആദ്യത്തെ വീക്കിലൊക്കെ ഉള്ളതാണ് നമ്മളിപ്പോ പറഞ്ഞു പോകുന്നത്. അപ്പൊ 2024 അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നേടിയതാരാണ്? ആൻ ഹുയി ആണ്. അടുത്ത 2024 നടന്ന സയ്യിദ് മോദി ഇന്റർനാഷണൽ ബാഡ്മിന്റൺ ടൂർണമെന്റ് പുരുഷ സിംഗിൾസ് കിരീടം ലക്ഷ്യ സെൻ ആണ് പുരുഷ സിംഗിൾസ്. വനിതാ സിംഗിൾസ് ആരാന്ന് വെച്ചാൽ PV സിന്ധു ആണ്. ഓക്കെ, വനിതാ സിംഗിൾസ് ആരാണ്? PV സിന്ധു. അപ്പോ 2024 നടന്ന സയ്യിദ് മോദി ഇന്റർനാഷണൽ ബാഡ്മിന്റൺ ടൂർണമെന്റിലെ പുരുഷ സിംഗിൾസ് കിരീടം നേടിയതാരാണ്? ലക്ഷ്യ സെൻ ആണ്. വനിതാ സിംഗിൾസ് ആണെങ്കിൽ PV സിന്ധു ആണ്. കേന്ദ്ര കിഴങ്ങ് ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത ശ്രീ അന്നം, ശ്രീ മന്ന എന്നിവ ഏത് കാർഷിക വിളയുടെ അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങളാണ് വെച്ചാൽ മരിച്ചീനിയുടെയാണ് കേട്ടോ. സ്ഥിരമായിട്ട് ഇങ്ങനെ ചോദിക്കും, ഏതിന്റെയാണ്, ഏത് കാർഷിക വിളയുടെ പേരാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോ കേന്ദ്ര കിഴങ്ങ് ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത ശ്രീ അന്നം, ശ്രീ മന്ന ഏത് കാർഷിക വിളയാണ് അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങൾ വെച്ചാൽ മരിച്ചീനിയുടെയാണ് കേട്ടോ. അപ്പൊ അതിന്റെ ആസ്ഥാനം ശ്രീകാര്യം തിരുവനന്തപുരമാണ് കേട്ടോ, കേന്ദ്ര കിഴങ്ങ് ഗവേഷണ കേന്ദ്രത്തിന്റെ.
അടുത്ത, ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയാ സൗകര്യമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സർക്കാർ ജനറൽ ആശുപത്രി ആദ്യം ചോദിച്ചാല് എറണാകുളം ജനറൽ ആശുപത്രിയാണ്. ഏതാണ്? ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയാ സൗകര്യമുള്ള ഇന്ത്യയിലെ ആദ്യ സർക്കാർ ജനറൽ ഹോസ്പിറ്റൽ എവിടെയാണെന്ന് ചോദിച്ചാൽ എറണാകുളം ജനറൽ ഹോസ്പിറ്റലാണ്. അടുത്തത്, മരണാനന്തര അവയവദാനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേരള ആരോഗ്യ വകുപ്പ് നടത്തുന്ന ക്യാമ്പയിന്റെ പേരാണ് ജീവനേകാം ജീവനാകാം. മാറിപ്പോയത് ജീവനേകാം ജീവനാകാം. എന്താണ്? മരണാനന്തര അവയവദാനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേരള ആരോഗ്യ വകുപ്പ് നടത്തുന്ന ക്യാമ്പയിന്റെ പേരാണ് ജീവനേകാം ജീവനാകാം. അടുത്ത്, ഓക്സ്ഫോർഡ് വേർഡ് ഓഫ് ദി ഇയർ 2024 തിരഞ്ഞെടുക്കപ്പെട്ടത് ബ്രെയിൻ റോട്ട് ആണ് കേട്ടോ. അപ്പൊ ഓരോ വർഷം അങ്ങനെ തിരഞ്ഞെടുക്കാറുണ്ട് ഓക്സ്ഫോർഡ് വേർഡ് ഓഫ് ദ ഇയർ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇത്തവണത്തെ 2024 വേർഡ് എന്താണെന്ന് വെച്ചാൽ ബ്രെയിൻ റോട്ട് എന്നാണ്. മിഷൻ ഫെൻസിംഗ് 2024 എന്തുമായി ബന്ധപ്പെട്ടിരുന്നത്? വന്യജീവി സംഘർഷം രൂക്ഷമായ പ്രദേശങ്ങൾ, അതായത് കേരളത്തിലെ വന്യജീവി സംഘർഷങ്ങൾ രൂക്ഷമായ പ്രദേശങ്ങള് കണക്കിലെടുത്തുകൊണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കേരള ഗവൺമെന്റ് ഏർപ്പെടുത്തിയ മിഷന്റെ പേരാണ് മിഷൻ ഫെൻസിംഗ് 2024 എന്ന് പറയുന്നത്. അടുത്ത, 2024 നാവികസേനാ ദിന വേദി പുരിയാണ്. പുരി എവിടെയാണെന്ന് വെച്ചാൽ ഒഡീഷയിലാണ്. അപ്പോ December 4 എന്ത് നേവി ഡേ എന്ന് പറയുന്നത്. 2024 നാവികസേനാ ദിന വേദി എവിടെയാണ്? പുരി. എവിടെയാണ്? ഒഡീഷയാണ്. December 4 നേവി ഡേ. അടുത്ത, 38ാമത് ദേശീയ ഗെയിംസിന്റെ വേദി എവിടെയാണ്? ഉത്തരാഖണ്ഡ്. എത്രാമതാണ്? 38ാമതാണ്. 2024 എന്നായിരിക്കും ചോദിക്കുന്നത്. 38ാമത് അങ്ങനെ തന്നെയാണ് സ്ഥിരമായിട്ട് എത്രാമത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. 38ാമത് ദേശീയ ഗെയിംസിന്റെ വേദി എവിടെയാണ്? ഉത്തരാഖണ്ഡാണ്. ചന്ദ്രനിൽ നിന്ന് കല്ലും മണ്ണും അടങ്ങിയ സാമ്പിളുകൾ ഭൂമിയിൽ എത്തിക്കാനുള്ള വമ്പൻ റോവർ അടങ്ങുന്ന ദൗത്യത്തിന്റെ പേരാണ് ചന്ദ്രയാൻ 4 എന്ന് പറയുന്നത്. ചന്ദ്രയാൻ 4 എന്താണ്? ചന്ദ്രനിൽ നിന്ന് കല്ലും മണ്ണും അടങ്ങിയ സാമ്പിളുകൾ ഭൂമിയിൽ എത്തിക്കാനുള്ള വമ്പൻ റോവർ അടങ്ങുന്ന ദൗത്യത്തിന്റെ പേരാണ് ചന്ദ്രയാൻ 4 എന്ന് പറയുന്നത്. അടുത്തത്, ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ 2024 വേദിയാണ് ഗുവാഹത്തിയാണ്. എവിടെയാണ്? ഗുവാഹത്തിയിലാണ് ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ. ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവലിന്റെ വേദി എവിടെയാണെന്ന് ചോദിച്ചാൽ 2024 വേദി എവിടെയാണ്? ഗുവാഹത്തിയാണ്. 2024 നടന്ന പുരുഷ ഏഷ്യ കപ്പ് ജൂനിയർ ഹോക്കി ടൂർണമെന്റില് കിരീടം നേടിയത് ഇന്ത്യയാണ് കേട്ടോ. ഇപ്പൊ അത് ഒരുപാട് കാര്യങ്ങൾ സ്പോർട്സിന്റെ കിരീടം നേടിയത് ഒത്തിരി പഠിക്കാനുണ്ട്. ഏഷ്യ കപ്പ് ഇത് ജൂനിയർ ആണ്. ജൂനിയർ വരും, സീനിയർ വരും, അണ്ടർ 19 അങ്ങനെ ഒരുപാട് വരും കേട്ടോ. അപ്പൊ അതെന്താണ്? കുറച്ച് നന്നായിട്ട് പഠിക്കണം സ്പോർട്സിന്റെ വേദികള്, കിരീടം നേടിയതും അത് നടന്ന വേദികളും. 2024 നടന്ന പുരുഷ ഏഷ്യ കപ്പ് ജൂനിയർ ഹോക്കി ടൂർണമെന്റിൽ കിരീടം നേടിയത് ആരാണ്? ഇന്ത്യയാണ് കേട്ടോ. 2024 ഇന്ത്യയിലെ ഏറ്റവും മികച്ച 5ാമത്തെ പോലീസ് സ്റ്റേഷനായി തിരഞ്ഞെടുത്തത് കേരളത്തിലെ ഏത് പോലീസ് സ്റ്റേഷനാണ്? ആലത്തൂരാണ് കേട്ടോ. പാലക്കാട് ഡിസ്ട്രിക്ട് ആലത്തൂരാണ്. 2024 ഇന്ത്യയിലെ ഏറ്റവും മികച്ച 5ാമത്തെ പോലീസ് സ്റ്റേഷൻ ആയിട്ട്. അപ്പൊ കേരളത്തിലെ പോലീസ് സ്റ്റേഷൻ വന്നപ്പോൾ 5ാമതാണ് വന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അത് പഠിക്കേണ്ടി വരുന്നത്. കേരളത്തിലെ ഏത് പോലീസ് സ്റ്റേഷനെയാണ്? ആലത്തൂർ പോലീസ് സ്റ്റേഷനെയാണ് ഏറ്റവും മികച്ച 5ാമത്തെ പോലീസ് സ്റ്റേഷനായിട്ട് തിരഞ്ഞെടുത്തത്. അടുത്തത്, 2024 ലോക മണ്ണ് ദിനത്തിന്റെ പ്രമേയമാണ് ചോദിച്ചിരിക്കുന്നത്. മണ്ണ് ദിനത്തിന്റെ പ്രമേയം മണ്ണിന്റെ പരിപാലനം അളക്കുക, നിരീക്ഷിക്കുക, നിയന്ത്രിക്കുക. എന്താണ്? മണ്ണിന്റെ പരിപാലനം അളക്കുക, നിരീക്ഷിക്കുക, നിയന്ത്രിക്കുക. 2024 ലോക മണ്ണ് ദിനത്തിന്റെ പ്രമേയം എന്താണ്? മണ്ണ് പരിപാലനം അളക്കുക, നിരീക്ഷിക്കുക, നിയന്ത്രിക്കുക. അതുപോലെ തന്നെ 2024 ഡിസംബറിൽ ഇന്ത്യയിൽ ഏത് സ്മാരകം നിർമ്മിച്ചതിന്റെ 100ാം വാർഷികമാണ് ചോദിച്ചാൽ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയാണ്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം 2024 ഡിസംബറിൽ ഏത് സ്മാരകം നിർമ്മിച്ചതിന്റെ 100ാം വാർഷികമാണ് ആഘോഷിച്ചതെന്ന് ചോദിച്ചാൽ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയാണ്. അടുത്തത്, കേരളത്തിലെ ആദ്യത്തെ ഇ സ്പോർട്സ് കേന്ദ്രം നിലവിൽ വന്നത് എവിടെയാണ്? തലശ്ശേരിയാണ്. ഇ സ്പോർട്സ് കേന്ദ്രം നിലവിൽ വന്നത് കേരളത്തിലാണ്, തലശ്ശേരിയാണ്. അടുത്ത, 2024 നടന്ന ഫോർമുല 1 ഖത്തർ ഗ്രാൻഡ് പ്രിക്സ് കാറോട്ട മത്സരത്തിൽ കിരീടം നേടിയത് മാക്സ് വെസ്റ്റപ്പൻ ആണ്. 2024 ഫോർമുല 1 F1 ഗെയിംസ് നമ്മൾ സ്ഥിരമായിട്ട് പഠിക്കുന്നതാണ്. അതിൽ എന്താണ്? ഖത്തർ ഗ്രാൻഡ് പ്രിക്സ് കാറോട്ട മത്സരത്തിൽ കിരീടം നേടിയതാരെന്ന് ചോദിച്ചാൽ മാക്സ് വെസ്റ്റപ്പൻ ആണ്. അടുത്ത്, 2024 ഡിസംബറിൽ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായ INS തുശീൽ നിർമ്മിച്ചത് ഏത് രാജ്യമാണ്? റഷ്യയാണ് കേട്ടോ. അപ്പോ 2024 ഡിസംബറിൽ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായ INS തുശീൽ നിർമ്മിച്ചത് ഏത് രാജ്യമാണെന്ന് ചോദിച്ചാൽ ഏത് രാജ്യമാണ്? റഷ്യയാണ്. അടുത്ത, ഗോത്ര വിഭാഗത്തിലെ കുട്ടികൾക്ക് ദൃശ്യ സാങ്കേതിക വിദ്യയിൽ പരിശീലനം നൽകുന്നതിന് വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് കിനാവ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഗോത്ര വിഭാഗത്തിലെ കുട്ടികൾക്ക് ദൃശ്യ സാങ്കേതിക വിദ്യയിൽ
പരിശീലനം നൽകുന്നതിന് വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് കിനാവ്. പദ്ധതികളൊക്കെ കറക്റ്റ് ആയിട്ട് ഓർത്തു വെക്കണേ. ഒരുപാട് പദ്ധതികളുണ്ട്, ഓരോ മാസവും ഒത്തിരി പദ്ധതികൾ ഇറങ്ങുന്നുണ്ട്. അപ്പൊ അത് പഠിച്ചു വെക്കുക അല്ലെങ്കിൽ ഓർത്തിരിക്കുക എന്നുള്ളത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യം. അതുകൊണ്ട് എല്ലാ മാസത്തെയും നമ്മൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു പോകേണ്ടതാണ് കേട്ടോ. അടുത്ത, കേരളത്തിലെ 14 ജില്ലകളിലെ സാങ്കേതിക വൈദഗ്ധ്യമുള്ള അധ്യാപകരുടെ ഒരു ശൃംഖല സൃഷ്ടിച്ച് ഡിജിറ്റൽ ഉള്ളടക്ക നിർമ്മാണത്തിൽ പരിശീലനം നൽകുന്ന പദ്ധതിയാണ് എന്ത്? ട്രെൻഡ് പദ്ധതി. എന്തിനാണ്? 14 ജില്ലകളിലെയും ടെക്നിക്കൽ ആയിട്ടുള്ള അധ്യാപകരുടെ ഒരു ശൃംഖല സൃഷ്ടിച്ച് ഡിജിറ്റലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിശീലനം നടത്തുന്ന പദ്ധതിയാണ് എന്ത്? ട്രെൻഡ് പദ്ധതി എന്ന് പറയുന്നത്. 2034 ഫിഫ ലോകകപ്പ്, അതായത് പുരുഷ ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾക്ക് വേദിയാകുന്ന രാജ്യം ഏതെന്ന് വെച്ചാൽ സൗദി അറേബ്യയാണ്. 2034 കേരള സാമൂഹിക നീതി വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന വൃദ്ധസദനങ്ങൾക്ക് സർക്കാർ നൽകിയ പുതിയ പേരാണ് ഇത്? സ്നേഹാലയം. ആര് നൽകിയ പേരാണ്? സർക്കാർ നൽകിയ പേരാണ്. കേരള സാമൂഹിക നീതി വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന വൃദ്ധസദനങ്ങൾക്ക് കേരള സർക്കാർ നൽകിയ പുതിയ പേരാണ് എന്ത്? സ്നേഹാലയം എന്ന് പറയുന്നത്. അടുത്ത, 2024 നടന്ന 39ാമത് ദേശീയ ജൂനിയർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് വേദിയായത് എവിടെയാണ്? ഭുവനേശ്വർ ആണ്. അതുപോലെ 2024 അന്താരാഷ്ട്ര അഴിമതി വിരുദ്ധ ദിനത്തിന്റെ പ്രമേയം എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അഴിമതി വിരുദ്ധ ദിനം എന്നാണെന്ന് ചോദിച്ചാല് ഡിസംബർ 9 അപ്പൊ അന്താരാഷ്ട്ര അഴിമതി വിരുദ്ധ ദിനത്തിന്റെ പ്രമേയം എന്താണെന്ന് ചോദിച്ചാല് അഴിമതിക്കെതിരെ യുവാക്കളുടെ ഐക്യം, നാളെയുടെ സമഗ്രത രൂപപ്പെടുത്തൽ. എന്താണ്? അഴിമതിക്കെതിരെ യുവാക്കളുടെ ഐക്യം, നാളെയുടെ സമഗ്രത രൂപപ്പെടുത്തൽ. ഡിസംബർ 9 എന്ത്? അന്താരാഷ്ട്ര അഴിമതി വിരുദ്ധ ദിനം എന്നാണ്. ഡിസംബർ 9. അതിന്റെ 2024 പ്രമേയം എന്താണെന്ന് വെച്ചാൽ അഴിമതിക്കെതിരെ യുവാക്കളുടെ ഐക്യം, നാളെയുടെ സമഗ്രത രൂപപ്പെടുത്തൽ. അടുത്തത്, സ്ത്രീകളുടെ സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ടുകൊണ്ട് ബീമാ സഖി യോജന ആരംഭിച്ച പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനി ഏതാണ്? LIC ആണ് കേട്ടോ. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, LIC ആണ് സ്ത്രീകളുടെ സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ടുകൊണ്ട് ബീമാ സഖി യോജന ആരംഭിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ മെട്രോ സ്റ്റേഷൻ നിലവിൽ വരുന്നത് എവിടെയാണ്? ബംഗളൂരു ആണ് കേട്ടോ. ബംഗളൂരിലാണ് ഏറ്റവും ഉയരം കൂടിയ മെട്രോ സ്റ്റേഷൻ നിലവിൽ വരാൻ പോകുന്നത്. അതുപോലെ തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിലവിലെ ഗവർണർ ആണ് സഞ്ജയ് മൽഹോത്രയാണ്. സഞ്ജയ് മൽഹോത്ര. അടുത്ത്, 2024 കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേള IFFKയിൽ മികച്ച ചിത്രത്തിന് നൽകുന്ന സുവർണ ചകോരം നേടിയ സിനിമ ഏതെന്ന് ചോദിച്ചാല് മാലു ആണ് കേട്ടോ. മാലു ഇംഗ്ലീഷിൽ MALU എന്നാണ്. മാലു ആണോ മലു ആണോ എന്ന് എനിക്കറിയില്ല പ്രൊനൗൺസിയേഷൻ. MALU എന്നാണ് ഇംഗ്ലീഷിൽ എഴുതുന്നത്. 2024 കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേള അല്ലെങ്കിൽ IFFKയിൽ മികച്ച ചിത്രത്തിന് നൽകുന്ന സുവർണ ചകോരം നേടിയ ചിത്രം ഏതാണ്? മാലു ആണ്. 2024 അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയമാണ് ചോദിച്ചിരുന്നത്. മനുഷ്യാവകാശ ദിനം ഡിസംബർ 10. അതിന്റെ പ്രമേയം നമ്മുടെ അവകാശങ്ങൾ നമ്മുടെ ഭാവി ഇപ്പോൾ. എന്താണ്? നമ്മുടെ അവകാശങ്ങൾ നമ്മുടെ ഭാവി ഇപ്പോൾ. അതാണ് മനുഷ്യാവകാശ ദിനത്തിന്റെ 2024 പ്രമേയം. ഡിസംബർ 10. 82ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഇന്ത്യൻ സിനിമ ഓൾ വി ഇമാജിനസ് ലൈറ്റ് ആണ്. ഓൾ വി ഇമാജിനസ് ലൈറ്റ് എന്നാണ്. പക്ഷെ ഇന്ന് ന്യൂസ് വന്നിട്ടുണ്ട് അത് ഗോൾഡൻ ഗ്ലോബിൽ നിന്ന് അത് പുറത്തായിട്ടുണ്ട് എന്ന്. ഓക്കെ, എന്നാൽ അതിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു എന്നുള്ളത് കാരണം ചോദിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അത് എഴുതാം. ഓൾ വി ഇമാജിനസ് ലൈറ്റ് എന്നാണ്. ക്ഷീര കർഷകർക്കും ക്ഷീര സഹകരണ സംഘം ജീവനക്കാർക്കും വേണ്ടി ആരംഭിച്ച സമഗ്ര ക്ഷീര കർഷക ഇൻഷുറൻസ് പദ്ധതിയാണ് ക്ഷീര സാന്ത്വനം. അപ്പൊ ക്ഷീര സാന്ത്വനം എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്താണ്? അവർക്ക് വേണ്ടിയുള്ള ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ് എന്നോർക്കുക. 2024 ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് ആജീവനാന്ത പുരസ്കാരം ലഭിച്ച ഭാരതീയൻ ആരെന്ന് വെച്ചാൽ മാധവ് ഗാഡ്ഗിൽ ആണ്. ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് എന്നുള്ള ഒരു ആജീവനാന്ത പുരസ്കാരം നേടിയ ഭാരതീയൻ ആരെന്ന് വെച്ചാൽ മാധവ് ഗാഡ്ഗിൽ ആണ് കേട്ടോ. മാധവ് ഗാഡ്ഗിൽ നമുക്ക് പരിസ്ഥിതി പ്രവർത്തനം എന്ന രീതിയിൽ നമുക്ക് നന്നായിട്ട് അറിയാം. അടുത്തത്, 2024 ലോക ആയുർവേദ കോൺഗ്രസിന് വേദിയായത് എവിടെയാണ്? ഉത്തരാഖണ്ഡാണ്. ഉത്തരാഖണ്ഡിലാണ് 2024 ലോക ആയുർവേദ കോൺഗ്രസ്. ഓക്കെ, ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിസ്റ്റം ആൻഡ് ഡാറ്റ മാനേജ്മെന്റ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് നൽകിയ പുതിയ ലൊക്കേഷൻ കോഡാണ് INTRV01. എന്താണ്? INTRV01 എന്നാണ്. എന്തിനാ വിഴിഞ്ഞത്തിന് കൊടുത്ത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് നൽകിയ പുതിയ പേര്. പേരല്ല, ലൊക്കേഷൻ കോഡ്. 2024 ജൂനിയർ വനിതാ ഏഷ്യ കപ്പ് ഹോക്കി ടൂർണമെന്റിൽ കിരീടം നേടിയത് ആരാണ്? ഇന്ത്യയാണ്. ഏതാണ്? ജൂനിയർ വനിതാ ഏഷ്യ കപ്പ് ഹോക്കി ടൂർണമെന്റിൽ കിരീടം നേടിയത് ആരാണ്? ഇന്ത്യയാണ്. അതിന്റെ വേദിയായത് ഒമാനാണ് കേട്ടോ. ജൂനിയർ വനിതാ ഏഷ്യ കപ്പ് ഹോക്കി ടൂർണമെന്റ് കിരീടം ഇന്ത്യക്കാണ്. വേദി എവിടെയാണ്? ഒമാനിലായിരുന്നു. 2024 ഡിസംബറിൽ അന്തരിച്ച ലോക പ്രശസ്ത കലാകാരൻ ഉസ്താദ് സക്കീർ ഹുസൈൻ ഏത് സംഗീത ഉപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാല് തബലയാണ് കേട്ടോ.
ഉൾനാടൻ ജലപാതകൾ വഴി ദീർഘദൂര ചരക്ക് നീക്കം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് ജലവാഹക് പദ്ധതി. എന്താണ് ജലവാഹക്? ഉൾനാടൻ ജലപാതകൾ വഴി ദീർഘദൂര ചരക്ക് നീക്കം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതി ഏതാണ്? ജലവാഹക് പദ്ധതി എന്നാണ്. 2024 ഡിസംബറിൽ ഗവേഷകർ കണ്ടെത്തിയ ഭൂമിയിൽ നിന്ന് 160 പ്രകാശ വർഷം അകലെ സ്ഥിതി ചെയ്യുന്ന വാലുള്ള ഗ്രഹമാണ് വാസ്പ് 69b. എന്താണ് വാസ്പ് 69b? എന്താണ് ഭൂമിയിൽ നിന്ന് 160 പ്രകാശ വർഷം അകലെ സ്ഥിതി ചെയ്യുന്ന വാലുള്ള ഗ്രഹമാണ് വാസ്പ് 69b എന്ന് പറയുന്നത്. 38ാമത് ദേശീയ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം മൗളിയാണ് കേട്ടോ. അത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു 38ാമത് ദേശീയ ഗെയിംസിനെ പറ്റി. അപ്പൊ അതിന്റെ ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത് മൗളിയാണ്. അത് അവിടുത്തെ ഒരു പക്ഷിയുടെ പേരാണ് കേട്ടോ. അടുത്ത 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയത് കെ ജയകുമാറാണ്. അദ്ദേഹം പഴയ ചീഫ് സെക്രട്ടറി ആയിരുന്നു, കേരള ചീഫ് സെക്രട്ടറി ആയിരുന്നു. കൃതി പിങ്കളകേശിനി. എന്താണ്? പിങ്കളകേശിനി എന്നാണ് കൃതിയുടെ പേര്. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയത് കെ ജയകുമാറാണ്. കൃതിയുടെ പേര് പിങ്കളകേശിനി. അതുപോലെ 2024 കേരള നിയമസഭാ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് എം മുകുന്ദനാണ്. ആർക്കാണ്? എം മുകുന്ദനാണ് നിയമസഭാ സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. അടുത്ത ഒരു പുരസ്കാരമാണ് JC ഡാനിയൽ പുരസ്കാരത്തിന് അർഹനായത് ആരെന്ന് വെച്ചാൽ ഷാജി എൻ കരുണാണ്. ഡയറക്ടർ ഷാജി എൻ കരുണാണ് 2023 JC ഡാനിയൽ പുരസ്കാരത്തിന് അർഹനായത്. അടുത്ത കേരള ഗവർണർ. കേരള ഗവർണർ മാറിയിട്ടുണ്ട്. രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. എന്താണ്? രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. മുഹമ്മദ് ആരിഫ് ഖാൻ മാറിയിട്ടുണ്ട്. രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആണ് നിലവിലെ കേരള ഗവർണർ. അതുപോലെ നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആരെന്ന് വെച്ചാൽ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ എന്നാണ്. ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ എന്നാണ് പേര്. എന്തിന്റെ? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആരാണ്? ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ ആണ്. നിലവിലെ കേരള ഗവർണർ ആരെന്ന് ചോദിച്ചാൽ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആണ്. കേരള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാനായി നിയമിതനായത് KK ഷാജു. ആരാണ്? KK ഷാജു. അപ്പൊ അപ്പോയിന്റ്മെന്റ്സ് കൃത്യമായി ഓർത്തിരിക്കുക. ഗവർണർ മറക്കാതിരിക്കുക. നമ്മളെപ്പോഴും ആരിഫ് മുഹമ്മദ് ഖാന്റെ പേരായിരിക്കും ഓർത്തിരിക്കുക. അത് മാറിയിട്ടുണ്ട്. അടുത്ത 2024 മിസ് കേരള മത്സരത്തിൽ വിജയിയായതെന്ന് വെച്ചാൽ മേഘ ആന്റണിയാണ്. മേഘ ആന്റണി. അടുത്ത GST കൗൺസിലിന്റെ 55ാമത്തെ യോഗ തീരുമാനപ്രകാരം ഉപയോഗിച്ച വാഹനങ്ങൾക്ക് വാണിജ്യാടിസ്ഥാനത്തിൽ വിൽപ്പന നടത്തുന്നതിന് ഏർപ്പെടുത്തിയ പുതിയ നികുതി എത്രയാണെന്ന് വെച്ചാൽ 18% കേട്ടോ. ഉപയോഗിച്ച വാഹനങ്ങൾക്കാണ്. ഉപയോഗിച്ച വാഹനങ്ങൾ വിൽപ്പന നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പുതിയ നികുതിയാണ് 18%. 2024 നടന്ന പ്രഥമ അണ്ടർ-19 ഏഷ്യ കപ്പ് വനിതാ 2020 കിരീടം നേടിയത് ആരാണ്? ഇന്ത്യയാണ് കേട്ടോ. ഏതാണ്? പ്രഥമ അണ്ടർ-19 ഏഷ്യ കപ്പാണ് വനിതാ 2020 കിരീടം നേടിയത് ആരാണെന്ന് വെച്ചാൽ ഇന്ത്യയാണ്. അടുത്ത ഗോത്ര വിഭാഗത്തിലെ യുവതീ-യുവാക്കൾക്ക് ഉപജീവന മാർഗം നൽകുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് KTIC പദ്ധതി. ദേശീയ ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷന്റെ ദക്ഷിണേന്ത്യയിലെ മികച്ച ചാനലൈസിംഗ് ഏജൻസിക്കുള്ള പുരസ്കാരം ലഭിച്ചത് കേരള വനിതാ കോർപ്പറേഷൻ ആണ്. ഇമ്പോർട്ടന്റ് ആണ്. ദേശീയ ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷന്റെ ഇവിടുത്തെ ദക്ഷിണേന്ത്യയിലെ മികച്ച ചാനലൈസിംഗ് ഏജൻസിക്കുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്ന് വെച്ചാൽ കേരള വനിതാ വികസന കോർപ്പറേഷൻ ആണ്. കേരള വനിതാ വികസന കോർപ്പറേഷൻ ആണ്. വിവിധ പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകളുടെ പ്രശ്നപരിഹാരത്തിന് വേണ്ടി ഓൺലൈൻ കൺസൾട്ടേഷൻ നൽകുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് എന്താണ്? കാതോർത്ത്. എന്താണ്? സ്ത്രീകളുടെ പ്രശ്നപരിഹാരത്തിന് വേണ്ടിയിട്ട് ഓൺലൈൻ കൺസൾട്ടേഷൻ നൽകുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് കാതോർത്ത്. ഓർത്തിരിക്കുക, കാതോർത്ത്. 2024 ദേശീയ ഉപഭോക്തൃ ദിനത്തിന്റെ പ്രമേയം. ദേശീയ ഉപഭോക്തൃ ദിനം എന്ന് വെച്ചാൽ ഡിസംബർ 24 ഡിസംബർ 24 ദേശീയ ഉപഭോക്തൃ ദിനം. അതിന്റെ പ്രമേയം എന്ന് വെച്ചാൽ വിർച്വൽ ഹിയറിംഗ്സ് ആൻഡ് ഡിജിറ്റൽ ആക്സസ് ടു കൺസ്യൂമർ ജസ്റ്റിസ്. വിർച്വൽ ഹിയറിംഗ്സ് ആൻഡ് ഡിജിറ്റൽ ആക്സസ് ടു കൺസ്യൂമർ ജസ്റ്റിസ് എന്നാണ് എന്തിന്റെ പ്രമേയം? ദേശീയ ഉപഭോക്തൃ ദിനത്തിന്റെ പ്രമേയം. എന്നാണ് ദേശീയ ഉപഭോക്തൃ ദിനം എന്ന് വെച്ചാൽ ഡിസംബർ 24. അടുത്ത ദേശീയ കാർഷിക ദിനത്തിന്റെ പ്രമേയം. ദേശീയ കാർഷിക ദിനം വരുന്നത് ഡിസംബർ 23 ഡിസംബർ 23 ദേശീയ കാർഷിക ദിനം വരുന്നത്. അതിന്റെ പ്രമേയം എന്താണെന്ന് വെച്ചാൽ സമൃദ്ധമായ രാഷ്ട്രത്തിനായി അന്നദാതാക്കളുടെ ശാക്തീകരണം. എന്താണ്? സമൃദ്ധമായ രാഷ്ട്രത്തിനായി അന്നദാതാക്കളുടെ ശാക്തീകരണമാണ് ദേശീയ കാർഷിക ദിനത്തിന്റെ പ്രമേയം. അപ്പൊ തീംസും ഡേറ്റ്സും ഓർത്തു വയ്ക്കുക. എന്താണ്? ഉപഭോക്തൃ ദിനത്തിന്റെ വിർച്വൽ ഹിയറിംഗ്സ് ആൻഡ് ഡിജിറ്റൽ ആക്സസ് ടു കൺസ്യൂമർ ജസ്റ്റിസ്. കാർഷിക ദിനമാണെങ്കിൽ സമൃദ്ധമായ രാഷ്ട്രത്തിനായി അന്നദാതാക്കളുടെ ശാക്തീകരണം.
അടുത്തത് ഉപഭോക്തൃ പരാതികൾ എളുപ്പത്തിൽ ഫയൽ ചെയ്യാൻ വേണ്ടി ആരംഭിച്ച AI അധിഷ്ഠിത ചാറ്റ് ബോട്ട് ആണ് ജാഗൃതി ചാറ്റ് ബോട്ട്. ജാഗൃതി ചാറ്റ് ബോട്ട് കേട്ടോ. കറണ്ട് അഫയേഴ്സിലും നമ്മുടെ കമ്പ്യൂട്ടറിലും കറണ്ട് അഫയേഴ്സ് ആയിട്ടൊക്കെ ചോദിക്കാം കേട്ടോ. 2024 ക്രിസ്മസ് ദിനത്തിൽ അന്തരിച്ച പ്രശസ്ത മലയാള സാഹിത്യകാരനും അധ്യാപകനും ചലച്ചിത്ര സംവിധായകനുമായ വ്യക്തി ആരെന്ന് MT വാസുദേവൻ നായരാണ്. ക്രിസ്മസ് ദിനത്തിലാണ് വരുന്നത്. ഡിസംബർ 25-നാണ് അദ്ദേഹം മരിച്ചത്. എന്താണ് ആരാണെന്നറിയാം. പ്രശസ്ത മലയാള സാഹിത്യകാരനാണ്, തിരക്കഥാകൃത്താണ്, സംവിധായകനാണ്, അധ്യാപകനാണ്. അപ്പോ അത് ഡിസംബർ 25-നാണ് അദ്ദേഹം മരിച്ചത്. 2025 നടക്കുന്ന ജൂനിയർ ഷൂട്ടിംഗ് ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം ഇന്ത്യയാണ്. 2025 നടക്കുന്ന ജൂനിയർ ഷൂട്ടിംഗ് ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം ഏതെന്ന് വെച്ചാൽ ഇന്ത്യയാണ്. എവിടെയാണ് നടക്കുന്നത്? 2025 നടക്കുന്ന ജൂനിയർ ഷൂട്ടിംഗ് ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം എവിടെയാണ്? ഇന്ത്യയാണ്. അടുത്തത് പോർട്ട്ലൻഡ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച 2024 നെറ്റ്വർക്ക് റെഡിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 49 ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 49 നെറ്റ്വർക്ക് റെഡിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയെന്ന് വെച്ചാൽ 49. ഇന്ത്യയിലെ ആദ്യത്തെ നദീജല സംയോജന പദ്ധതിയാണ് കെൻ ബെത്വ പദ്ധതി. കെന്നും ബെത്വ എന്ന് പറയുന്നത് യമുന നദിയുടെ 2 പോഷക നദികളാണ്. ഇന്ത്യയിലെ ആദ്യത്തെ നദീജല സംയോജന പദ്ധതി ഏതെന്ന് വെച്ചാൽ കെൻ ബെത്വ പദ്ധതിയാണ്. ഭൂഗർഭ പൈപ്പ് ജലസേചന സംവിധാനം ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതിയാണ് എന്ത്? കെൻ ബെത്വ പദ്ധതി എന്ന് പറയുന്നത്. കെൻ ബെത്വ പദ്ധതി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ നദീജല സംയോജന പദ്ധതിയാണ്. യമുന നദിയുടെ പോഷക നദികളാണ്. ഭൂഗർഭ പൈപ്പ് ജലസേചന സംവിധാനം ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതിയാണ് എന്ത്? കെൻ ബെത്വ പദ്ധതി എന്ന് പറയുന്നത്. ഇതിന്റെ ഗുണഭോക്താക്കളായ സംസ്ഥാനങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ മധ്യപ്രദേശും ഉത്തർപ്രദേശുമാണ്. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയും റിസർവ് ബാങ്ക് ഗവർണറുമായ സാമ്പത്തിക വിദഗ്ധനുമായ മൻമോഹൻ സിംഗ് അന്തരിച്ചത് ഡിസംബർ 26. നമ്മൾ MT വാസുദേവൻ ഡിസംബർ 25. അത് കഴിഞ്ഞിട്ട് ഡിസംബർ 26-നാണ് അദ്ദേഹം അന്തരിക്കുന്നത്. മൻമോഹൻ സിംഗ്. അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലം അറിയപ്പെടുന്ന നിഗംബോധ് ഘട്ടാണ്. എന്താണ്? നിഗംബോധ് ഘട്ട് എന്നാണ് അന്ത്യവിശ്രമ സ്ഥലത്തിന്റെ പേര്. പിന്നെ 2025 നടക്കുന്ന വനിതാ കബഡി ലോകകപ്പ് മത്സരങ്ങൾക്ക് വേദിയാകുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ബീഹാർ. ഏതാണ്? ബീഹാറാണ്. 2025 നടക്കുന്ന വനിതാ കബഡി ലോകകപ്പ് മത്സരങ്ങൾക്ക് വേദിയാകുന്ന ഇന്ത്യൻ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ ബീഹാറാണ് കേട്ടോ. 2024 വേൾഡ് റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ കിരീടം നേടിയത് ആരാണെന്ന് ചോദിച്ചാല് കൊനേരു ഹംപിയാണ്. വേൾഡ് റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് ആണ്. ഓർത്തിരിക്കുക, വേൾഡ് റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പില് വനിതാ വിഭാഗത്തിൽ കിരീടം നേടിയത് കൊനേരു ഹംപിയാണ്. പുരുഷ താരമാണെങ്കിൽ വൊലോഡർ മുർസിൻ ആണ്. റഷ്യൻ താരമാണ് കേട്ടോ. അടുത്ത 2024 വ്യാസ് സമ്മാൻ ലഭിച്ചത് സൂര്യബാല എന്നാണ്. അദ്ദേഹത്തിനാണ് ലഭിച്ചത് സൂര്യബാല. അതിന്റെ അർഹമായ കൃതി കോൺ ദേസ്കോ വാസി വേണുക്കി ഡയറി, അതാണ് അതിന്റെ കൃതിയുടെ പേര്. 34ാമത് പുരസ്കാരമാണ്. 34ാമത് വ്യാസ് സമ്മാനാണ് ലഭിച്ചത്. ആർക്കാണ്? സൂര്യബാലയ്ക്കാണ്. കൃതി കോൺഡേസ്കോ വാസി വേണുക്കി ഡയറി. 34ാമത് പുരസ്കാരമാണ് 2024 നൽകിയത്. 2024 ജേതാവ് ആരാണെന്ന് വെച്ചാൽ പുഷ്പ ഭാരതിയാണ്. ആരാണ്? പുഷ്പ ഭാരതിയാണ് 2023. അടുത്ത് ISROയുടെ സ്പേസ് ഡോക്കിംഗ് പരീക്ഷണ ദൗത്യമായ സ്പേസ് ഡെക്സ് വിക്ഷേപിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ 2024 ഡിസംബർ 30-നാണ് കേട്ടോ. ISROയുടെ സ്പേസ് ഡോക്കിംഗ് പരീക്ഷണമായ സ്പേസ് ഡെക്സ് വിക്ഷേപിച്ചത് എന്താണെന്ന് വെച്ചാൽ 2024 ഡിസംബർ 30-ആണ്. സൂര്യന്റെ ഏറ്റവും അടുത്തെത്തിയ മനുഷ്യനിർമ്മിത വസ്തുവാണ് പാർക്കർ സോളാർ പ്രോബ്. എന്താണ്? പാർക്കർ സോളാർ പ്രോബ് എന്നാണ് സൂര്യന്റെ ഏറ്റവും അടുത്തെത്തിയ മനുഷ്യനിർമ്മിത വസ്തുവാണ്. നാസയാണത് വിട്ടിരിക്കുന്നത്. ഇനി നമ്മൾ എക്കണോമിക്സിൽ ചോദിക്കാൻ പറ്റിയ കുറച്ച് ആയിട്ടാണ് വന്നിരിക്കുന്നത്. 2023-24 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയിലെ പ്രതിമാസ ആളോഹരി ചെലവാണ് കേട്ടോ. 2023-24 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയിലെ പ്രതിമാസ ആളോഹരി ചെലവാണ്. ഇന്ത്യയിലെ ഗ്രാമമേഖലകളിലെ പ്രതിമാസ ആളോഹരി ചെലവ് 4122 4122 ഇവിടെ ഗ്രാമമേഖലകളില്. നഗരമേഖലയിലെ പ്രതിമാസ ആളോഹര വിപണി എന്ന് ചെലവെന്ന് പറയുന്നത് 6996. എത്രയാണ്? 6996 പ്രതിമാസ ആളോഹരി ചെലവാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ പ്രതിമാസ ആളോഹരി ചെലവുള്ള സംസ്ഥാനം ഏതെന്ന് വെച്ചാൽ സിക്കിമാണ്. സിക്കിമിലെ ഗ്രാമമേഖലയിൽ 9377 നഗരമേഖലയിലെ 13927 ഏറ്റവും ചിലവ് കുറവുള്ള ഇന്ത്യൻ സംസ്ഥാനം എന്ന് പറയുന്നത് ഛത്തീസ്ഗഡ് ആണ്. ഗ്രാമമേഖലയിലാണെങ്കിൽ 2731, നഗരമേഖലയില് 4927.
അടുത്ത് നമുക്കിനി കേരളത്തിൽ നോക്കാം. എത്രയാണെന്ന് മൊത്തം പഠിച്ചു. പിന്നെ ഏറ്റവും കൂടുതൽ സിക്കിം, കുറവ് ഛത്തീസ്ഗഡ്, അതും ഗ്രാമവും നഗരവും നോക്കി. ഇനി കേരളത്തിലെ ഗ്രാമമേഖല ആളോഹരി ചെലവാണ് 6611. 6611. നഗരത്തിലാണെങ്കിൽ 7783. 7783 അപ്പൊ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ് എന്ത് ചെയ്തത്, ഇത് ഉണ്ടാക്കിയത്. അപ്പം ഓർത്ത് വെച്ച ഈ ആളോഹരി ചെലവ് മൊത്തത്തിൽ നോക്കി വെച്ചേക്കുക. കൂടുതൽ സിക്കിം, കുറവ് ഛത്തീസ്ഗഡ് ആണ്. കേരളത്തിൽ എത്രയാണ്? 6611. നഗരത്തില് 7783 കേട്ടോ. അപ്പൊ ഇത്രയാണ് നമ്മളെ ഡിസംബറിലുള്ള മന്ത്ലി കറണ്ട് അഫയേഴ്സ് വരുന്നത്. കറണ്ട് അഫയേഴ്സ് നന്നായിട്ട് പഠിക്കുക. ഇനിയുള്ള എക്സാംസിന് കറണ്ട് അഫയേഴ്സ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് അറിയാം ഒരുപാട് എക്സാംസ് വരുന്നുണ്ട്. അപ്പം ആ എക്സാംസിനൊക്കെ ഉള്ള കോഴ്സ് ചലഞ്ചർ ആപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങൾ എന്താ വെച്ചാൽ ചലഞ്ചർ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചലഞ്ചർ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ളതുണ്ടാവും. അത് കഴിഞ്ഞിട്ട് രജിസ്റ്റർ ചെയ്ത് സിമ്പിൾ ആണ്. രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് കോഴ്സ് വേണോ പർച്ചേസ് ചെയ്യാം. ഫോഴ്സ് വരുന്നുണ്ട്, സെക്രട്ടറി അസിസ്റ്റന്റ് ഫോഴ്സ് ഒക്കെ കാക്കി എന്ന് പറഞ്ഞിട്ട് ഒരു കാർഡായിട്ടുണ്ട്. സെക്രട്ടറി അസിസ്റ്റന്റിന്റെ മലയാളവും ഇംഗ്ലീഷും ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി നടക്കുന്നുണ്ട്. അപ്പം എല്ലാത്തിന്റെയും ഇപ്പൊ വന്ന നോട്ടിഫിക്കേഷൻസിന്റെ എല്ലാത്തിന്റെയും കോഴ്സ് ആപ്പിൽ റൺ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏതാണോ ആവശ്യം നോക്കി എടുത്ത് പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. സമയം വളരെ കുറവാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.